കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അച്ചിങ്ങയും കായയും ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ മെഴുക്കുപുരട്ടിയാണ്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. 700 ഗ്രാം അച്ചിങ്ങയും 2 മീഡിയം സൈസ്ഡ് പച്ചക്കായയും നീളത്തിൽ അരിഞ്ഞതാണിത്. നന്നായി കഴുകിയതിന് ശേഷം ഇതിലോട്ടൊരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ വേവിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കുഴങ്ങിയിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. ഓക്കെ, കുറച്ച് കുറവും കൂടെ വെള്ളം ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വറ്റാറാകുന്നവരെ നമുക്ക് ചെയ്യാം. ഫുള്ളി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ വെള്ളം വറ്റാൻ ഇനിയും സമയം എടുത്തതുകൊണ്ട് ഞാൻ കുറച്ച് വറ്റണേന് മുന്നേ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. അതിനുശേഷം ഞാനിവിടെ 3 വലിയ വെളുത്തുള്ളിയും 8 ചുവന്നുള്ളി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ്. ചതച്ചെടുക്കുമ്പം നമ്മുടെ മെഴുക്കുപുരട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു വറ്റൽ മുളകും ചേർത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണ്ടല്ലോ, അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം, ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും കായുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ആ വെള്ളം കളയരുത്, കാരണം കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യം പോലെ ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റുന്ന വരെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങയും കായം മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye.